ഹലോ, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നും വർക്കൗട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്ന ആള് ഇന്ന് ഷർട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന്. ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളിൽ എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും സംശയം കാണുമായിരിക്കും. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണോ അല്ലെന്നുണ്ടെങ്കിൽ വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണോ എന്നൊന്നും വന്നിട്ട് വർക്കൗട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കാണും. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. നേരത്തെ തൊട്ട് വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യുന്ന അല്ലെ വർക്കൗട്ടിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പം എനിക്കിപ്പം 45 വയസ്സായിട്ടുണ്ട്. അപ്പം ഈ 45 വയസ്സിനിടയ്ക്ക് ദൈവാനുഗ്രഹം കൊണ്ടോ എൻ്റെ ജീവിത രീതിയിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കണം എനിക്ക് ഇന്നേ വരെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലുള്ള ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ പിടികൂടിയിട്ടില്ല. അപ്പം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 20 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ചെറുപ്പക്കാരിൽ ഈ രോഗങ്ങളെല്ലാം തന്നെ കണ്ടുവരികയാണ്. ഇപ്പോഴത്തെ ജീവിത രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതേപോലെ തന്നെ ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യായാമക്കുറവ്. അപ്പം തീർച്ചയായിട്ടും ഈ 45 വയസ്സിനിടയ്ക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ വ്യായാമം ചെയ്യുന്നുണ്ട്. അപ്പം വ്യായാമം ചെയ്യുന്നതൊക്കെ ഇപ്പം ഞാൻ വീട്ടിലാണ് വർക്കൗട്ടുകൾ ചെയ്യുന്നത്. വ്യായാമം ഇപ്പം ചെയ്യുന്നത് കുറച്ചിട്ടുണ്ട്. വെയിറ്റ് ട്രെയിനിങ് ഒക്കെ അല്പം കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നാലും അത്യാവശ്യം വർക്കൗട്ടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പം 45 വയസ്സിലും എനിക്ക് എൻ്റെ ഒരു ബോഡിയെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പ്രായം അല്ല മുഖ്യം. ഓക്കെ. നിങ്ങൾ പ്രായമായി എന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ മടിച്ചു മടിച്ചിരിക്കും. നിങ്ങൾ പ്രായമാകും തോറും നിങ്ങൾ നേരെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. വ്യായാമം നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. നല്ല ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ കൊണ്ടുവരിക ജീവിതത്തിൽ. ഡയറ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ കഴിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം എൻ്റെ ഡയറ്റ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം വരും. എൻ്റെ ഡയറ്റ് വേറെ ഒന്നും തന്നെ ഇല്ല. മാക്സിമം നല്ല ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡയറ്റ്. ഓക്കെ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വർക്കൗട്ട് ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈ ആയിട്ടുള്ള പ്രോട്ടീനൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നല്ല ഒരു ഡയറ്റ് ബാലൻസ് ചെയ്തു. ഞാൻ ബേക്കറി സാധനങ്ങൾ കഴിക്കാറില്ല. അതേപോലെ തന്നെ മൈദ കൊണ്ടുണ്ടാക്കിയ ഫുഡുകൾ ഞാൻ പരമാവധി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പൊറോട്ട പോലുള്ള ഫുഡുകളൊക്കെ ഞാൻ കഴിച്ചിട്ട് തന്നെ വർഷങ്ങളായി. ഓക്കെ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മുടെ ഈ നാവിൻ തുമ്പത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഡയറ്റിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു മണം അടിക്കുമ്പോൾ നമ്മുടെ നാവ് തരിക്കും നമുക്ക് ആഹാരം കഴിക്കാനായിട്ട്. പക്ഷേ നമ്മൾ കുറച്ചൊക്കെ ത്യാഗങ്ങൾ നമ്മൾ വരുത്തുക ജീവിതത്തിൽ. നമ്മൾ ത്യാഗങ്ങൾ സഹിക്കാനായിട്ട് തയ്യാറാവുക. അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ജോലി ചെയ്യുന്ന പൈസയും എല്ലാം കൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കണം. ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് അവർ തരുന്ന മരുന്നുകൾ നമ്മൾ ആഹാരം പോലെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതിലും നല്ലതല്ലേ നമ്മൾ നല്ല ഫുഡുകൾ കഴിച്ചിട്ട് നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ബോഡി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ വർക്കൗട്ടുകളൊന്നും തന്നെ ഞാൻ അധികമായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ അത്യാവശ്യം ബോഡി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഈ പ്രായത്തിലും എനിക്ക് ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബോഡിയെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് പ്രായത്തിലും ഇത് സാധിക്കുന്നതാണ്. ഓക്കെ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ബോഡിയുടെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ. ഓക്കെ. കാരണം ഈ മൈക്ക് ഇരിക്കുന്നുണ്ട്, എനിക്ക് നിന്ന് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കത്തില്ല. ഓക്കെ. അപ്പം ചെറിയ ചെറിയ വർക്കൗട്ടുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്. വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഞാൻ ഒരുപാട് കുറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വിചാരിക്കും പ്രായം കൂടുന്നതല്ല, പ്രായം കൂടിക്കൂടി വരുമല്ലേ ഇനിയിപ്പോൾ എന്ത് വർക്കൗട്ട്, അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കും. ഒരിക്കലും നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ ബോഡി നിങ്ങളുടേത് മാത്രമാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ. നാട്ടുകാരങ്ങനെ പലതും പറഞ്ഞോട്ടെ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതിയും നിങ്ങളുടെ വ്യായാമങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ആക്കി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വ്യായാമങ്ങൾ ഞാൻ ദിവസേന ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. വെയിറ്റ് ട്രെയിനിങ്ങുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ കാർഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള വ്യായാമങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട്
ഓരോ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. വെറുതെ ഞാൻ പറഞ്ഞ കണക്ക് വെറുതെ ഹോസ്പിറ്റലിൽ കൊണ്ട് പൈസ കൊടുക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തി. ഞാൻ പറഞ്ഞില്ല, അസുഖങ്ങൾ ആർക്ക് വേണമെങ്കിലും വരും. പക്ഷേ മിക്കവാറും 95% ആൾക്കാർക്കും അസുഖങ്ങൾ വരുന്നത് അവരുടെ തെറ്റായ ജീവിത രീതി കൊണ്ട് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം ഇന്ന് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നത്. അപ്പം നമ്മുടെ ചാനലിനെ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് തരിക. എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായിട്ട് വരാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരെ ബൈ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. 45 വയസ്സും 50 വയസ്സും 60 വയസ്സും ഒന്നും ഒരു പ്രശ്നമല്ല. ഏത് പ്രായത്തിലും നമ്മുടെ ബോഡിയെ നല്ല ഫിറ്റാക്കി ഇരുത്താനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ ശ്രമം ആരംഭിച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് വരെ ബൈ.